Sir, if I പറഞ്ഞില്ലേ ആദ്യകാലം black and white തുടങ്ങിയിട്ട് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഫിലിം വരെ സാറിന്റെ സാന്നിധ്യമുണ്ട്. അപ്പോൾ ആ ഒരു ട്രാവൽ എന്ന് പറയുന്ന ഒരു വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ആ വന്ന ഡിഫറൻസും അതിനകത്തുണ്ടായ ചേഞ്ചസും എല്ലാം ഒരു വലിയൊരു ട്രാവൽ അല്ലേ സാറിൻ്റെ? ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് സാർ പറയോ? വലിയ ചേഞ്ച് വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം അഭിനയിക്കാൻ പോയ പടത്തിൽ മിക്കവാറും ആർട്ടിസ്റ്റും ഡയറക്ടറും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും പലരും എല്ലാം കൂടെ ഒരു വലിയൊരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് അവിടെയാണ് താമസം. അവിടെ ഒരു കുക്കുണ്ടാവും, വലിയ കുക്കൊന്നുമല്ല, ഈ ആരെങ്കിലും ഈ പ്രൊഡക്ഷൻ ബോയ്സ് ആരെങ്കിലും ആയിരിക്കും കുക്സ്. അപ്പോൾ ആദ്യം പോയ പടത്തിൻ്റെ ആ ഓഫീസിൽ പ്രധാനമായിട്ടുണ്ടായിരുന്നത് രാവിലെയുള്ള ഉപ്പുമാവാണ്. അത് ഞങ്ങൾ കണ്ടിന്യൂറ്റി ഉപ്പുമാവെന്നാണ് പറയുന്നത്. ഒരു ദിവസം തെറ്റാറില്ല. ഈ ഉപ്പുമാവല്ലാതെ വേറെ ഒരു വകയും കിട്ടില്ല. അതെ. അപ്പോൾ ഒരു പടത്തിന്റെ ഷൂട്ടിങ്ങിന് കാലത്ത് രാവിലെ ഷൂട്ടിങ്ങിനല്ല, അവിടെ ഓപ്ഷൻ ഇല്ല അവിടെ. അപ്പോൾ അങ്ങനെ ഈ ഒരുമിച്ച് എന്താ പറയുക, ഒരു കുടുംബത്തിൽ കഴിയുന്നത് പോലെ വലിയ വിഭവങ്ങളൊന്നും ഇല്ലാന്ന് വരില്ല. ഇങ്ങനെയുള്ള കണ്ടിന്യൂറ്റി സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഒരുമിച്ചിരുന്ന് കഴിച്ചിട്ട് നല്ല സ്റ്റുഡിയോയിൽ പോയി ഷൂട്ട് ചെയ്യുമായിരുന്നു. ആ കാലമെല്ലാം ഒരുമിച്ച് കഴിയുക, ഒരടുക്കളയിൽ നിന്ന് കഴിക്കുക, ഈ കണ്ടിന്യൂ ഉപ്പൊക്കെ അടിക്കുക, ആ കാലമെല്ലാം പോയില്ലേ. അവിടെ നിന്നാണ് ഇപ്പോൾ ഈ 5 സ്റ്റാറിലേക്കും ഓരോരുത്തർക്കും പ്രത്യേകം ഹോട്ടലുകളിൽ നിന്ന് ഫുഡും, ചിലർ സ്വന്തം കുക്കുകളെ കൊണ്ടുവന്നിട്ട് ഫുഡ് ഉണ്ടാക്കലും ഒക്കെ ആയത്. നല്ല വളർച്ചയാണ്, മോശമെന്ന് പറയല്ല. ഫ്രം ദെയർ ഈ സ്റ്റേജിലേക്ക് മലയാള സിനിമയുടെ ആഹാര പദ്ധതി വളർന്നു പറയാൻ ഞാൻ. അപ്പോൾ അവിടെ യൂണിറ്റിലൊക്കെ ഫുഡ് എന്തോ ആയിരിക്കും പഴയ കാലത്തൊക്കെ? യൂണിറ്റിൽ ഇതുപോലെ പുറത്തുനിന്ന് കോൺട്രാക്ടേഴ്സിനെ ഫുഡിന് ഇടപാട് ചെയ്തിട്ട് പലരും, മറ്റ് ചിലർ മോർ ദാൻ 50% ഈ അടുക്കളയിൽ തന്നെ, ഈ അടുക്കളയിലല്ല ഇതുപോലുള്ള അടുക്കളയിൽ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കിയിട്ട് അവർ സ്റ്റുഡിയോയിൽ കൊണ്ടുവന്നിട്ട് വിളമ്പുമായിരുന്നു. ഓ അത് ശരി. അതെ, ഓക്കെ. അന്ന് പ്രത്യേകിച്ച് നടന്മാർക്ക് ഒരു പ്രത്യേക ആഹാരം, അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർസിന്, സാറിനെ പോലത്തെ സൂപ്പർ സ്റ്റാർസിനൊക്കെ പ്രത്യേക ആഹാരം, അല്ലാത്തവർക്ക് പ്രത്യേക ആഹാരം, യൂണിറ്റ് ബോയ്സിന് പ്രത്യേക ആഹാരം, അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നു? അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും ഒരേപോലത്തെ ഫുഡും എല്ലാം. എന്തെങ്കിലും നമുക്ക് പ്രത്യേകം എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി തരികയോ അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിച്ചു തരികയോ ചെയ്യും. അല്ലാതെ കൂടുതലും സ്റ്റുഡിയോസിലായിരുന്നു ഷൂട്ടിങ്സ് ഒക്കെ അന്നത്തെ കാലത്ത്? മിക്കവാറുള്ള സീൻസ് ഒക്കെ സ്റ്റുഡിയോ തന്നെയായിരുന്നു. പിന്നെ ഔട്ട്ഡോർ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ വന്നിട്ട് കുറേ സീൻസ് നമ്മൾ പുറത്ത് തന്നെ വേണം എന്നുള്ളത് ഷൂട്ട് ചെയ്യുമായിരുന്നു. അപ്പൊ കേരളത്തിലെ സ്റ്റുഡിയോസിലധികം ചെയ്തിട്ടില്ല, എല്ലാം മദ്രാസ്. അന്ന് എടുക്കത്തോണം കേരളത്തിലധികം സ്റ്റുഡിയോസ് ഒന്നുമില്ലല്ലോ. ഇല്ല, അത് സ്റ്റുഡിയോസൊക്കെ മദ്രാസിലേ ഉണ്ടായിരുന്നേ. അപ്പോൾ സ്റ്റുഡിയോസിൽ നിന്ന് ഷൂട്ട് ചെയ്യാൻ പ്രധാന കാരണം, ഐ തിങ്ക് യു നോ ഇറ്റ് സൗണ്ടാണ്. ഈ ഡയറക്റ്റ് ടേക്കിംഗ് അല്ലേ, പടം ഷൂട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സൗണ്ടും റെക്കോർഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ അവിടെ മറ്റ് പുറത്തുള്ള ശബ്ദം പാടില്ല, എക്കോ പാടില്ല, ഈ അറ്റ്മോസ്ഫിയർ ശബ്ദവും കാറ്റിൻ്റെ ശബ്ദമൊന്നും പാടില്ല. അതുകൊണ്ട് സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നു ഒരു 90% ഓഫ് ദി സൗണ്ടും സ്പോട്ട് ഡബ്ബിംഗ് ആണ്. ഈ ഞങ്ങൾ പോകുന്നതിന് മുമ്പ് ഇതിലും കഷ്ടമായിരുന്നു. പാട്ടുണ്ടല്ലോ, പാട്ട് തന്നെ ഓൺ ദി സ്പോട്ട്. ഈ പാട്ടുകാരൻ ത്യാഗരായ ഭാഗവതരുടെ ഒക്കെ കാലത്ത്, ചിന്നപ്പ ഭാഗവതരുടെ ഒക്കെ അവരുടെ കാലത്ത് ഈ ഹാർമോണിയം അതുപോലെ കെട്ടി തൂക്കിയിട്ട് അടിക്കുന്ന സാധനം എല്ലാമായിട്ട് മൈക്കിൻ്റെ ഇപ്പുറത്ത് ക്യാമറ ഫീൽഡിന് പുറത്ത് നിന്നിട്ട് മ്യൂസീഷ്യൻസ് ഇങ്ങനെ ക്യാമറ മൂവ് ചെയ്യുന്നതനുസരിച്ച് പോകും. ഈ ആർട്ടിസ്റ്റിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ച് അവർ തിരിച്ചു വരികയാണ്, ഞാനിങ്ങനെ പുറകോട്ട് നടന്നു വരും. സോങ്ങിന് ഈ ത്യാഗരാജ ഭാഗവതരുടെ പാട്ടുകളാണ് ഏറ്റവും വലുതായിട്ട് ഇന്നും പറയുന്നത്. ആ പാട്ടുകളൊക്കെ സ്റ്റുഡിയോയിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്തവയാണ്, അല്ല ഇന്നത്തെ പോലെ സ്റ്റുഡിയോയിൽ പോയി റെക്കോർഡ് ചെയ്തിട്ട് രണ്ടാമത് പ്ലേ ബാക്ക് ചെയ്തെടുത്തതല്ല. അതെ, ശരിക്കും ഇനി ഒന്നുകൂടെ കാണണം ഇത് പറഞ്ഞിട്ട് അങ്ങനെ ആയിരുന്നല്ലോ എന്ന് ഓർത്തിട്ട് ഒന്നുകൂടെ ആ സീനൊക്കെ ഒന്ന് കാണണം. അല്ല, ഞാൻ പോകുന്ന നേരത്തിൽ മുഴുവനും ഡയലോഗ് കാണാതെ പഠിക്കാതെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഡയറക്റ്റ് ടേക്കിംഗ് അല്ലേ. അപ്പോൾ ഓരോ ടേക്കിന് പോകുന്നിരുന്ന് വീണ്ടും അത്രയും സൗണ്ട് നെഗറ്റീവ് വേസ്റ്റ് ആവും. കാണാപ്പാടം പഠിച്ചേ പറ്റുള്ളൂ. പക്ഷെ അന്ന് കാണാപ്പാടം ഈസി ആയിട്ട് പഠിക്കുമായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഈ വലിയ, അന്ന് ഡെബ്രി, അത് കഴിഞ്ഞ് മിച്ചൽ, അങ്ങനെയുള്ള വലിയ ക്യാമറകളിൽ സൈലൻറ്റ് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ കുറേ കൂടി എഫക്റ്റീവായിട്ട് ഈ ക്യാമറ വർക്കിന് ഇമ്പോർട്ടൻസ് വന്നപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ നമ്മൾ ആരി ഫ്ലക്സ് യൂസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പം ആരിക്ക് ശബ്ദമുണ്ട്, സൈലൻ്റായിട്ടൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും പെർഫെക്റ്റ് അല്ല. ഇപ്പം ആരി ക്യാമറയ്ക്ക് തന്നെ ശബ്ദമുള്ളപ്പോൾ പിന്നെ അതങ്ങ് മറന്നു. ഓൺ ദി സ്പോട്ട് ഇത് റെക്കോർഡിങ് വെറുതെ എടുത്തിട്ട് പിന്നെ ഡബ് ചെയ്യായി. പ്രൊഡ്യൂസറും കൂടെ ആയതുകൊണ്ട് കുറച്ചുകൂടെ ഒക്കെ അതിനെക്കുറിച്ച് അറിയാം. അതെ, കുറേ അറിയാം.
സർ ഇപ്പൊ ആദ്യം ശരിക്കും സർ ഒരു ലെക്ചറർ ആയിരുന്നു. അത് രാജിവെച്ചിട്ടാണ് സർ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലേക്ക് പോയത്. അത് എന്താ സർ അത് ആ ചെറുപ്പത്തിലെ അങ്ങോട്ടേക്ക് മാറിയത്? ഇല്ല, അതുവരെ ഇന്ത്യയിൽ അങ്ങനെ നാടകത്തിന് വേണ്ടിയിട്ടൊരു ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിട്ടില്ല. അപ്പോൾ നാടകം പണ്ടേ ഉണ്ട് മനസ്സിനകത്തുണ്ട്, നാടകത്തിനെ കുറിച്ച് കൂടുതൽ പഠിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ അപ്പോഴാണ് അവർ ഈ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ തുടങ്ങിയത്. ഞാൻ എൻ്റെ ഫസ്റ്റ് ബാച്ചിലെ സ്റ്റുഡൻറ്റാണ്, പഠിക്കാൻ വേണ്ടി തന്നെ പോയതാണ്. അന്ന് എനിക്ക് വലിയ റിസ്ക് ആണെന്ന് എനിക്ക് തോന്നിയില്ല. 3 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ കോളേജിൽ ചെല്ലാണ് വീണ്ടും ലെക്ചറർ ആവാം അന്ന് വിചാരിച്ച വലിയ റിസ്ക് ആണെന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല, ഇപ്പോഴും തോന്നുന്നില്ല. അല്ല, എനിക്കൊരു കാര്യം ചോദിച്ചാൽ ഇപ്പൊ സ്കൂൾ ഓഫ് ഡ്രാമ എന്ന് സാർ പറഞ്ഞല്ലോ, അപ്പൊ എനിക്ക് അതിനെ കുറിച്ച് ചോദിക്കാന്ന് വെച്ചാൽ ആ സ്കൂളിൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് അഭിനയിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അഭിനയിക്കാൻ പറ്റില്ലേ? ഇതിപ്പറ്റി ഞാൻ എൻ്റെ ഒരു അനുഭവം തന്നെ പറയാം സാർ. ഞാൻ അങ്ങനെ ഒരു സ്കൂളിലേക്ക് പോവുകയോ അങ്ങനെ ഒരു കോഴ്സ് എടുക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ചോദിച്ചേ, അങ്ങനെ പോകണം എന്ന് നമ്മൾ മസ്റ്റാണോ? മസ്റ്റൊന്നുമില്ല. മറ്റേ നമ്മൾ ഇത് ഒരു ശരിക്കുമായിട്ടുള്ളൊരു ധാരണയില്ലാതെ പലപ്പോഴും ഒരു ക്യാരക്ടറിനെ ശരിക്കും അനലൈസ് ചെയ്യാതെ ഒറ്റ വാക്കി പറഞ്ഞാൽ നാം എന്ത് ചെയ്യുന്നു എന്നുള്ളത്, എങ്ങനെ ചെയ്യണം, എന്തുകൊണ്ട് ചെയ്യണം, ഇതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് ഒന്നൊക്കെ നമ്മളറിയാതെ തന്നെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ വർക്ക് ചെയ്തിട്ട് പഠിച്ചു കഴിഞ്ഞാലേ ഇറ്റ് കംസ് ബൈ ഇറ്റ് സെൽഫ്. മനസ്സിലായേ? അപ്പോൾ ഈ ഒരു ഈ വികാരം എന്ന് പറഞ്ഞ ഡയറക്ടർ വന്ന് ഇങ്ങനെ ഓരോന്നൊന്നും പറഞ്ഞ് വരണ്ട. ഇത് കാരണം എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഈ ട്രെയിൻഡ് ആർട്ടിസ്റ്റ് ആണെങ്കിൽ ഈ പറഞ്ഞു കഴിയാൻ നേരത്തെ തന്നെ അത് ഉൾക്കൊള്ളുന്നു. സത്യം നമ്മുടെ മലയാളത്തിൽ ഞാൻ പേരൊന്നും എഴുതി പറയുന്നില്ല, ഈ സിനിമയിൽ അഭിനയിക്കാൻ വന്നിട്ട് ഒരു പടമോ ചില്ലറയൊക്കെ അഭിനയിച്ചിട്ട് ഫെയിലായ ആൾക്കാർ അവർ പുറത്ത് പോയിട്ട് ആക്ടിങ് പഠിച്ചിട്ട് 1 വർഷത്തെ 2 വർഷത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് സൂപ്പർ സ്റ്റാറായവരുണ്ട്. അതെ. അപ്പോൾ എല്ലാത്തിനും അതെ, നമുക്ക് ഈ അഭിനയത്തിന് മാത്രമേ ഉള്ളൂ ഒരു കഥകളിക്കായിക്കോട്ടെ, അല്ലെങ്കിൽ ഡാൻസിനായിക്കോട്ടെ, പാട്ടിനായിക്കോട്ടെ, ചിത്രരചനയ്ക്കായിക്കോട്ടെ. ചിത്രം രചന എന്നുണ്ടെങ്കിൽ ഇത്ര പഠിക്കാൻ തോന്നി ചുമ്മാ ഈ പെയിൻറ്റ് തൊട്ടിട്ട് ഇങ്ങനെ വരച്ചാൽ പോരും തോന്നി, പിന്നെ എന്തിനാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോണേ? ഇല്ലേ? വൈ, ഹൗ, ഇത് രണ്ടിൻ്റെയും ഉത്തരം പറയാൻ സാധിക്കണം. വൈ ആർ യു ഡൂയിങ് ദിസ് ആൻഡ് ഹൗ ടു ഡൂ ഇറ്റ്. ഇത് പഠിക്കുക എന്നുള്ളതാണ് സത്യത്തിൽ ഇത്. പിന്നെ ഈ ഡ്രാമ സ്കൂളിൽ പഠിക്കാൻ പോകാമെന്ന് പറഞ്ഞാൽ അഭിനയം മാത്രമല്ല പഠിക്കുക, സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, നാടകം എഴുതുക, അത് കഴിഞ്ഞിട്ട് ആശാരിപ്പണി, സെറ്റ് ഉണ്ടാക്കണ്ടേ, മേക്കപ്പ്, കോസ്റ്റ്യൂം, കുറേയൊക്കെ സ്റ്റിച്ചിങ്, കുറേ ഡാൻസ്, പിന്നെ അങ്ങനെ ഇതിൻ്റെ അകത്ത് ഇതിനകത്ത് ലൈറ്റിംഗ്, എന്തെല്ലാം ഇതിനുണ്ട്, ഇതെല്ലാം പഠിക്കുക എന്നുള്ളതാണ്. ആക്ടിങ് ഇസ് ജസ്റ്റ് വൺ ഓഫ് ദി സബ്ജക്ട്സ്. one of the subjects. Just one of the subjects. അതൊരു ആക്ടിങ് സ്കൂൾ ആയിരുന്നില്ല, ഇറ്റ് ഇസ് എ സ്കൂൾ ഫോർ ഡ്രാമ. അതിൻ്റെ ഇവിടുന്ന് കൊടുക്കുന്ന ഡിപ്ലോമ ഇൻ ഡ്രാമാറ്റിക്സ് എന്നാണ് പറയുക. അതിൻ്റെ തരം നമുക്ക് സർട്ടിഫിക്കറ്റിന്. അപ്പോൾ എല്ലാ മേഖലകളും നമ്മൾ അറിഞ്ഞിരിക്കണം.